ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റുമായിട്ടാണ്. ഇത് നമ്മുടെ സാദാ കട്ട്ലറ്റിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണ് മാക്രോണി ചീസ് കട്ട്ലറ്റ്. ഇത് എല്ലാവർക്കും ഇഷ്ടാവുന്നൊരു സ്നാക്കായിരിക്കും. അപ്പോൾ നമുക്കെങ്ങനെ ഈ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 1 കപ്പ് മക്രോണി 4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. നമ്മൾ സാധാരണ പാസ്ത വേവിക്കുന്നതിനേക്കാളും ഒരു 3 മിനിറ്റ് കൂടെ അധികം നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് സവാള 1 ടേബിൾ സ്പൂൺ ചെറുതായി മുറിച്ചെടുത്തത്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അതും ചെറുതായി മുറിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഉപ്പ് മാത്രം ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത ചിക്കനാണിത്. ഇത് ഏകദേശം 1 കപ്പോളുണ്ട്, അതും ചെറുതായി മുറിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് മല്ലിയില. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. നമുക്കിതിലേക്ക് 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കനും മക്രോണിയും വേവിച്ചെടുത്തപ്പോൾ ഉപ്പിട്ടതിന് ശേഷമാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി ചേരുവകൾക്ക് വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചീസാണ്. ഒന്നുകിൽ ചെഡാർ ചീസ് എടുക്കാം, അല്ലെങ്കിൽ മോസറല്ല ചീസ് എടുക്കാം. ഞാനിവിടെ നമ്മൾ സാൻഡ്വിച്ചിലൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ ബർഗറിലൊക്കെ വെക്കുന്ന സ്ലൈസ്ഡ് ചീസാണ് എടുത്തിട്ടുള്ളത്. ഈ ചീസായാലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അതുകൊണ്ടാണിത് ഇതുപോലെ മെൽറ്റ് ആയിരിക്കുന്നത്. നമുക്ക് ഇതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിലൽപ്പം എണ്ണ തടവിയതിന് ശേഷം അത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അത് ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. കയ്യിലൽപ്പം എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ടുള്ള കട്ട്ലറ്റിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ. ശരിക്ക് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഇതുപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ മക്രോണി ചീസ് കട്ട്ലറ്റ് എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീരെ കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സേമിയാണ്. ഞാനിവിടെ ഈ ഒരു ചെറിയ ടൈപ്പിലുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ബ്രെഡ് ക്രംസിന് പകരം ഈ സേമിയാണ് ഉപയോഗിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പീസാക്കി നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഏത് സേമിയ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഈ തിന്നായിട്ടുള്ള സേമിയ ആകുമ്പോൾ
നമ്മുടെ കട്ട്ലറ്റ് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും കാണാൻ. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റും ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ സേമിയ വെച്ച് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട്ലറ്റ് എല്ലാം മുട്ടയിലൊന്ന് മുക്കി സേമിയയിൽ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു 12 കട്ട്ലറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തപ്പോൾ. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീസ് മക്രോണി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ മാക്രോണി ചീസ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ അധികം നമ്മൾ എരിവൊന്നും ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടമാവുന്നൊരു സ്നാക്കായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.